അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 81, പേജ് നമ്പർ 117-18. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. വഖദ് യുഅ്കസു, ചിലപ്പോൾ അക്സാക്കപ്പെടും. അതായത് മുമ്പ് പറഞ്ഞതെന്താണ്? വഖദ് യുഖ്റജുൽ കലാമു അലാ ഖിലാഫിഹി. മുഖ്തലല്ലാഹിറിന് എതിരായിട്ട് കലാമിനെ പുറപ്പെടുവിക്കപ്പെടും. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഫയൂലഉൽ മുൽമറു മൗലിഅൽ മുൽഹരി, മുൽമറിനെ മുൽഹറിന്റെ സ്ഥാനത്ത് വെക്കപ്പെടും എന്ന് പറഞ്ഞു. അതിന് അക്സാക്കപ്പെടും. വഖദ് യുഅ്കസു വളുഉൽ മുൽമരി മൗലിഅൽ മുൽഹരി. ലാഹിറാക്കപ്പെട്ട ഇസ്മിന്റെ സ്ഥാനത്ത് ലമീറാക്കപ്പെട്ട ഇസ്മിനെ വെക്കലിന് അക്സാക്കപ്പെടും. അതിന്റെ അക്സ് എന്താണ്? വളുഉൽ മുൽമർ മൗലിഅൽ മുൽഹറിന്റെ അക്സ് അയ്യൂലഉൽ മുൽഹറു മൗലിഅൽ മുൽമരി. ലമീറിന്റെ മൗലിയിൽ മുൽഹറിനെ വെക്കപ്പെടും. ആദ്യം പറഞ്ഞത് എന്താണ്? മുൽഹറിന്റെ സ്ഥാനത്ത് മുൽമറിനെ ഉലഇ ചെയ്യലാണ്. ഇനി അയ്യൂലഉൽ മുൽഹറു മൗലിഅൽ മുൽമരി, അതാണ് അക്സ്. മുൽഹറിനെ ലാഹിറാക്കപ്പെട്ട ഇസ്മിനെ വെക്കപ്പെടും മൗലിഅൽ മുൽമരി ലമീറിന്റെ സ്ഥാനത്ത് എന്ന. അവിടെ ഇനി ആ മുൽഹർ പലതും പല ഇസ്മുകളുമുണ്ടല്ലോ. ഫഇൻകാനൽ മുൽഹറു, ലാഹിറാക്കപ്പെട്ട ഇസ്മ ആയാൽ, അല്ലതി എങ്ങനത്തെ ലാഹിറാക്കപ്പെട്ട ഇസ്മ? അതിനെ വെക്കപ്പെട്ടു മൗലിഅൽ മുൽമരി, ലമീറാക്കപ്പെട്ട ഇസ്മിന്റെ സ്ഥാനത്ത് വെക്കപ്പെട്ടു. ആ മുൽമറിന്റെ മൗലിയിൽ വലഇ ചെയ്ത ലാഹിറാക്കപ്പെട്ട ഇസ്മ ആണെങ്കിൽ, ഇസ്മ ഇഷാറത്തിന്റെ ഇസ്മാണെങ്കിൽ അത് എന്തിനാണത്? അത് ഫലി കമാലിൽ ഇനായത്തി ബി തംയീസിഹീന, മുസ്നദ് ഇലൈഹിയെ വേർതിരിക്കലിനെ പൂർണ്ണമായി പരിഗണിച്ചതിന് വേണ്ടിയിട്ടാണ്. ഇഷാറത്തിന്റെ ഇസ്മ ഹക്കീക്കത്തിൽ മഹ്സൂസിലേക്കാണല്ലോ ഇഷാറത്ത് ചെയ്യുക. മഹ്സൂസിലേക്ക് ഇഷാറത്ത് ചെയ്യുമ്പോൾ ഇതിന് കാണാൻ കഴിയും, വേർതിരിച്ചറിയാൻ കഴിയും. സംഗതി അവിടെ ലമീറിനെയാണ് കൊണ്ടുവരേണ്ടത്. ലമീറിനെ കൊണ്ടുവരേണ്ട സ്ഥലത്ത് ഇഷാറത്തിന്റെ ഇസ്മിനെ കൊണ്ടുവന്നു. ഇഷാറത്തിന്റെ ഇസ്മ ഹക്കീക്കത്തിൽ മഹ്സൂസിലേക്ക് ഇഷാറത്ത് ചെയ്യപ്പെടുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ മുസ്നദ് ഇലൈഹി മഹ്സൂസ് അല്ല. അപ്പോൾ ഗൈറു മഹ്സൂസിനെ മഹ്സൂസാക്കി പ്രകടിപ്പിച്ച് ഇങ്ങനെ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഗൈറു മഹ്സൂസിലേക്കും ലമീർ മടങ്ങും, മഹ്സൂസിലേക്കും ലമീർ മടക്കാം. പക്ഷെ ലമീറിന്റെ സ്ഥാനത്ത് ലമീർ രണ്ടിലേക്കും മടങ്ങുമല്ലോ. മഹ്സൂസിലേക്കും ഗൈറു മഹ്സൂസിലേക്കും ലമീർ മടക്കാം. അതേ സമയത്ത് ഇഷാറത്തിന്റെ ഇസ്മ ഹക്കീക്കത്തിൽ മഹ്സൂസിലേക്ക് മാത്രമേ മടങ്ങുകയുള്ളൂ. അതുകൊണ്ട് ലമീറിന്റെ സ്ഥാനത്ത്, ലമീറാകുമ്പോൾ ഒരുപക്ഷെ ഗൈറു മഹ്സൂസ് ആയിരിക്കും മുസ്നദ് ഇലൈഹി. ആ ഗൈറു മഹ്സൂസായ മുസ്നദ് ഇലൈഹി അവിടെ ലമീറിനെ കൊണ്ടുവരേണ്ട മക്കാമാണ്. ആ ഗൈറു മഹ്സൂസിലേക്ക് ഇഷാറത്തിന്റെ ഇസ്മിനെ കൊണ്ടുവന്നാൽ, അതിലേക്ക് ഇഷാറത്ത് ചെയ്താൽ ഗൈറു മഹ്സൂസിനെ പോലെയാകും. അപ്പോൾ നിങ്ങളുടെ വേർതിരിച്ച് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് അങ്ങനെ വേർതിരിക്കുന്നത്? മുസ്നദ് ഇലൈഹിയെ വേർതിരിക്കലുകൊണ്ട് പൂർണ്ണമായി പരിഗണിച്ചു എന്നതിന് വേണ്ടി. അതാണ് പറഞ്ഞത്. മുസ്നദ് ഇലൈഹിയെ വേർതിരിക്കലിനെ
പൂർണ്ണമായി പരിഗണിച്ചതിന് വേണ്ടി. ഫലി കമാലിൽ ഇനായത്തി എന്ന് പറഞ്ഞാൽ ലിഇത്തിനായിൽ കാമിലി, പൂർണ്ണമായ പരിഗണനക്ക് വേണ്ടി, വേർതിരിക്കൽ കൊണ്ട് പൂർണ്ണമായ പരിഗണനക്ക് വേണ്ടി എന്ത് ചെയ്യും, വേണ്ടിയാണ് ആ ലാഹിറാക്കപ്പെട്ട ഇസ്മ ഇഷാറത്തിൻ ഇസ്മാണ്. ഫഇൻകാന, ആ ലാഹിറാക്കപ്പെട്ട ഇസ്മ ആയാൽ ഇസ്മ ഇഷാറത്തിന്റെ ഇസ്മായാൽ ഫലി കമാലിൽ ഇനായത്തി ബി തംയീസിഹി ഐ തംയീസിൽ മുസ്നദി ഇലൈഹി, മുസ്നദി ഇലൈഹി വേർതിരിക്കൽ കൊണ്ട് പൂർണ്ണമായ പരിഗണനക്ക് വേണ്ടി. എന്തിനാണിത് പൂർണ്ണമായി പരിഗണിക്കുന്നത്? മുസ്നദ് ഇലൈഹിനെ ഇങ്ങനെ പൂർണ്ണമായി ഒന്ന് പരിഗണന കൊടുക്കുന്നത് എന്തിനാണ്? അതിൽ ഇഖ്തിസാസിഹി, ആ മുസ്നദ് ഇലൈഹി പ്രത്യേകമായതിന് വേണ്ടി, ബി ഹുക്മിൻ ബദീഇൻ, പുതുമയുള്ള ഒരു ഹുക്കുമ കൊണ്ട് അത് പ്രത്യേകമായതാണ്. പുതുമയുള്ള ഒരു പ്രത്യേകത കൊണ്ട്, ഒരു ഹുക്കുമ കൊണ്ട് അത് പ്രത്യേകമായതിന് വേണ്ടി അതിനൊന്ന് വേർതിരിച്ച് കാണിക്കുക വേണം. ആ മുസ്നദ് ഇലൈഹിന്റെ മേലുള്ള ഹുക്കുമ് ഒരു അത്ഭുതമുള്ള ഹുക്കുമാണ്. അപ്പോൾ ബദീ ആയൊരു ഹുക്കുമ കൊണ്ട് ഈ മുസ്നദ് ഇലൈഹിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഉണ്ടായതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ മുസ്നദ് ഇലൈഹിനെ പൂർണ്ണമായി ഇങ്ങനെ വേർതിരിച്ച് കാണിക്കൽ കൊണ്ട് പരിഗണിക്കുന്നത്. കഖൗലിഹി ശൈറുൻ കം ആകിലിൻ ആകിലിൻ ആയിയത്ത് മദാഹിബുഹു വജാഹിലിൻ ജാഹിലിൻ തൽഖാഹു മർസൂഖാ ഹാദല്ലദീ തറക്കൽ أوهام حائرة وصير العالم النهدير زنديقا എന്ന് പറയും പോലെ. എന്താണത്? കം ആക്കിലിൻ, എത്ര ബുദ്ധി ഉള്ളവരാണ്. ആക്കിലിൻ, പൂർണ്ണമായ ബുദ്ധി ഉള്ളവർ, പരിപൂർണമായ ആക്കില് എത്രയാണ്. ഹുവ, ഈ രണ്ടാം ആക്കില് വസുഫു ആക്കിലിൽ അവലി, ഒന്നാമത്തെ ആക്കിലിന് വസുഫാണ്. ബിമാന കാമിലിൽ അക്കിലി, ആക്കില് കാമിലായ മൈനാക്ക്. അപ്പൊ രണ്ടാം ആക്കിൽ എന്ന് പറഞ്ഞാൽ കാമിലുൽ അക്കില് എന്നാണ് ഇവിടുത്തെ അർത്ഥം. കാമില്, പൂർണ്ണമായ എത്ര ബുദ്ധിമാന്മാരാണ്. അതായത് മുത്തനാഹിൻ ഫി അക്കിലിൽ, പരമാവധി എത്തിയത്, പൂർണ്ണമായ അക്കിലുള്ള ആള്. അങ്ങനെയുള്ള എത്ര ആക്കിലാണ്. അഇയത്ത് ഐ അഇയത്തുഹു വ അഇജസ്തുഹു എന്നാണ്. അഇയത്തുഹു, ആ ആക്കിലിനെ അസാധ്യമാക്കി, അതിനെ അശക്തനാക്കി, ആക്കിലിനെ അശക്തനാക്കി. വ അഇജസ്തുഹു എന്ന് വെക്കാം. അപ്പൊ എന്തായി? മഫ്ഊലിനെ കളഞ്ഞു. ഔ അഇയത്ത് അലൈഹി എന്നർത്ഥം. അപ്പോ അഇയത്ത് അലൈഹി എന്നാവുമ്പോ സഅബത്ത് അലൈഹി എന്നാവും. ആ ആക്കിലിന്റെ മേൽ ഞെരുക്കമായിട്ടുണ്ട്, ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇങ്ങനെ രണ്ടർത്ഥമാണ് പറഞ്ഞത്. ഒന്നിരിക്കൽ അഇജസത്ത് ഹു എന്നാക്കണം. അപ്പൊ സ്വന്തം നഫ്സ് കൊണ്ട് വിട്ടുകൊടുക്കും. സഅബത്തിന്റെ വായന വെച്ചാൽ ഒരു അലൈഹി അവിടെ സങ്കല്പിച്ചു കൊടുക്കണം കേട്ടോ. ജദിന്റെ റഫിനെ കളഞ്ഞു, അപ്പോൾ ലമീറിനെയും കളഞ്ഞു. അപ്പോൾ ആ ആക്കിലിനെ അശക്തനാക്കിയിട്ടുണ്ട്, അസാധ്യമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ആക്കിലിന്റെ മേൽ ഞെരുക്കമായിട്ടുണ്ട്. മദാഹിബുഹു, അവന്റെ ജീവിത മാർഗങ്ങൾ. ഐ തുറുക്കു മആശിഹി, അവന്റെ ജീവിത മാർഗങ്ങൾ അവനിക്ക് ഞെരുക്കമായിട്ടുണ്ട്. ബുദ്ധിമുട്ടിയ ജീവിതമാണ് ഈ ദുനിയാവിൽ. അപ്പോൾ ആക്കിൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മുഅ്മിന് എന്നർത്ഥം, അല്ലാതെ ഭൗതികമായ ആക്കിലല്ലത്. പൂർണ്ണമായ തൗഹീദിൽ വിശ്വസിച്ച ഒരു പൂർണ്ണമായ സുന്നി,
100-ൽ കുറവുമില്ല, 100-ൽ ഏറെയുമില്ലാത്ത ഒരു പൂർണ്ണമായ സുന്നിയായ ഒരാള് എന്നർത്ഥം. അതാണ് നമ്മൾ ആക്കിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ആക്കിൽ ഇപ്പോൾ ആരാണ്? ഇവിടുത്തെ പ്രധാനമന്ത്രിമാരോ അതല്ലെങ്കിൽ പിന്നെ ഭൗതിക ഉദ്യോഗസ്ഥന്മാരോ ഒന്നുമല്ല. ഇവിടെ ആക്കിൽ പറഞ്ഞുകൊണ്ട് ഉദ്ദേശം യഥാർത്ഥമായ സുന്നി, ഒരു പൂർണ്ണമായ വിശ്വാസി. അക്കിലുള്ളവരല്ലേ ഈമാൻ ഉണ്ടാവുകയുള്ളൂ. അക്കിലുള്ളവരല്ലേ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും വിശ്വസിക്കുകയുള്ളൂ. അക്കിലുള്ളവരല്ലേ മഹാത്മാക്കൾക്ക് അല്ലാഹു തആല പ്രത്യേകമായ ചില കഴിവുകൾ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു അക്കിലുള്ളത് കൊണ്ടാണ്. വജാഹിലിൻ ജാഹിലിൻ തൽഖാഉ മർസൂഖ. എത്ര എത്ര ജാഹിലീങ്ങളാണ്. ജാഹിലും പടുജാഹില്. അവിടെ ആക്കില് സിവത്തായതുപോലെ ഇവിടെ ജാഹിൽ വന്നാ ജാഹിലിന് സിവത്ത. പടുജാഹില്. തൽക്കാവു അവന് നീ കാണുന്നു, മർസൂക്കൻ റിസ്ക് നൽകപ്പെട്ടവനായിട്ട് കാണുന്നു. അവന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നീ കാണുന്നു. അതേ സമയത്ത് അല്ലാഹുവിൽ വിശ്വസിച്ച യഥാർത്ഥമായ ഒരു സുന്നി, അവൻ പൂർണ്ണമായ ഈമാനുണ്ട്, വറഉണ്ട്. അവനാണെങ്കിലോ അവന്റെ ജീവിത മാർഗങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിട്ടും നീ കാണുന്നു എന്നർത്ഥം. ഹാദല്ലദീ തറക്കൽ أوهام حائرة وصير العالم النهدير زنديقا. هذا ഈ സംഭവം. ഏത് സംഭവം? ആ സാബിക്കായ ഹുക്കുമ് അതെന്താണ്? കൗനുൽ ആക്കിലി മഹ്റൂമൻ വൽ ജാഹിലി മർസൂഖൻ. അതാ ആക്കില് റിസ്ക് വിലങ്ങപ്പെട്ടവനായിട്ടും ജാഹില് റിസ്ക് നൽകപ്പെട്ടവനായിട്ടും ഉണ്ടാകുന്ന ആ അവസ്ഥ. ഇതാണ് ഇവിടുത്തെ ഹുക്കുമ്. ഇതാണ് മേൽപ്പറഞ്ഞ ഹുക്കുമ്. ഇതാണ് മുസ്നദിലേഹി. ഹാദാ ഈ സംഭവം, ഈ കഥ. ഏതാണ് കഥ? കൗനുൽ ആക്കിലി മഹ്റൂമൻ വൽ ജാഹിലി മർസൂഖൻ. അതാണ് ആക്കില് റിസ്ക് വിലങ്ങപ്പെട്ടവനാവലും ജാഹില് റിസ്ക് നൽകപ്പെട്ടവനായിരിക്കലും എന്ന ആ സംഭവം അല്ലദീ ഒന്നാണ്, തറക്ക അത് ആക്കിയിട്ടുണ്ട്, അൽ ഔഹാമ ബുദ്ധി ഉള്ളവരെ. അതായത് അഹ്ലൽ ഔഹാമി എന്നർത്ഥം. ബുദ്ധി ഉള്ളവരെ ആ സംഭവം ആക്കിയിട്ടുണ്ട്. ഹാഇറത്തൻ ഒരു അനിശ്ചിതത്വത്തിലേക്കാക്കിയിട്ടുണ്ട്, പരിഭ്രമത്തിലേക്കാക്കിയിട്ടുണ്ട്. ബുദ്ധിജീവികളെ എന്താണ്? അള്ളാഹുവിൻ്റെ ആളുകൾക്ക് റിസ്ക്കില്ല, അള്ളാഹുവിനെ എതിർക്കുന്നവർക്ക് റിസ്ക്കുണ്ട്. ലോകം പടച്ച അള്ളാഹു, ആ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ട്. അള്ളാഹുവിനെ എതിർത്ത് ഇവിടെ ജീവിക്കുന്നവർക്ക് നല്ല സുഖവും. ഈ സംഭവം ഇത് ബുദ്ധിജീവികളെ എന്താക്കിയിട്ടുണ്ട്? അമ്പരിപ്പിച്ചിട്ടുണ്ട്. ഔഹാമ് ബുദ്ധി ഉള്ളവരതാക്കി, ഹൈറത്തൻ അനിശ്ചിതത്വത്തിലേക്കാക്കി, ഒരു പരിഭ്രമത്തിലാക്കി. മാത്രമല്ല ആ സംഭവം ആക്കിയിട്ടുണ്ട്. ഏത് സംഭവം? കൗലുൽ ആക്കില് മഹ്റൂമും ജാഹില് മർസൂഖും ആവല്ലെന്ന സംഭവം. അൽ ആലിമൻ നിഹിരീറ സമർത്ഥനായ പണ്ഡിതന്മാരെ അത് ആക്കിയിട്ടുണ്ട്, വിവരമുള്ളവരാക്കിയിട്ടുണ്ട്. അയൽ മുത്തക്കിന നല്ല സമർത്ഥനായ ആലിമ്. ബിൻ നഹറൽ ഉമൂറ ഇൽമൻ എന്നതിൽ നിന്ന് പിടിച്ചതാ. കാര്യങ്ങളെ പൂർണ്ണമായി വേണ്ടതുപോലെ മനസ്സിലാക്കിയവൻ. നഹറൽ ഉമൂറ കാര്യങ്ങളെ അവൻ എന്തായി? പിന്നെ ഇൽമാൽ കാര്യങ്ങളെ ശരിക്ക് മനസ്സിലാക്കി. അത്കനഹ അതിനെ ശരിക്ക് മനസ്സിലാക്കി എന്നർത്ഥം. നഹറൽ ഉമൂറ ഇൽമ കാര്യങ്ങളെ ഇൽമാൽ ശരിക്ക് അതിന് വേണ്ടതുപോലെ മനസ്സിലാക്കി. അത്കനഹ അതിനെ ദീർഘമായി മനസ്സിലാക്കി.
അതാണ് നിഹിരീർ. അതിൽ നിന്ന് പിടിച്ചതാണ് നിഹിരീറിന് നെഹറ. അങ്ങനെയുള്ള നിപുണനായ പണ്ഡിതൻ കാര്യങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയതായ ആലിമ് ആ ആലിമിനെ ആക്കി സിന്ദീഖാൻ നിരീശ്വരവാദിയുമാക്കി എന്നാണ്. അപ്പോൾ പുതുമയുള്ള ഹുക്കം അതാണ്. മുസ്നദിലേഹി അതാണ് കൗനുൽ ജാഹിലി മർസൂക്കൻ. പിന്നെ കൗനുൽ ജാഹിലി കൗനുൽ ജാഹിലി മഹ്റൂമൻ കൗനുൽ ആക്കിലി മഹ്റൂമൻ കൗനുൽ ജാഹിലി മർസൂക്കൻ. അങ്ങനെയാണ് കേട്ടോ. കൗനുൽ ആക്കിലി മഹ്റൂമൻ കൗനുൽ ജാഹിലി മർസൂക്കൻ. ഇതാണ് മുസ്നദിലേഹി. ഈ സംഭവം എന്താണ് ഇവിടെ ആക്കി തീർത്തത്? ബുദ്ധിജീവികളെ അനിശ്ചിതത്വത്തിലേക്കാക്കി. അവർക്ക് ഒരു പരിഭ്രമം സംഭവിച്ചു പോയി. ഇതാണ് ഹുക്കും. ഈ ഹുക്കും ഒരു പുതുമയുള്ള ഹുക്കുമാണ്. ബുദ്ധിമാന്മാർ സ്തംഭിച്ചു പോയി ഈ സംഭവം കൊണ്ട്. ഇതാണ് ഈ പറയുന്നത്. അപ്പോൾ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ കാഫിറൻ, കാഫിറാക്കി എന്നർത്ഥം. എങ്ങനത്തെ കാഫിർ? നാഫിയൻ ലിസാനിൽ അദിലി അൽ ഹക്കീമി, ഹക്കീമായ അദിലായ സാനിനെ നിഷേധിക്കുന്നവനാക്കി. ഇനി നോക്ക്. ഫഖൗലുഹു, അപ്പോൾ ഈ ഷാഇറിന്റെ കൗല് ഹാദാ എന്നുള്ളത് ഏത്? ഹാദല്ലദീ തറക്കൽ ഔഹാമഹാഇറത്തൻ എന്ന ആ ഹാദ, അത് ഇഷാറത്താണ് ഇലാ ഹുക്മിൻ സാബിക്കിൻ ഗൈരി മഹ്സൂസിൻ, മഹ്സൂസല്ലാത്ത സാബിക്കായ ഹുക്മിലേക്ക് ഇഷാറത്താണ്. മഹ്സൂസല്ലാത്ത സാബിക്കായ ഹുക്മ് ഏതാണ്? വഹുവ, ആ മഹ്സൂസല്ലാത്ത സാബിക്കായ ഹുക്മ് കൗനുൽ ആക്കിലി മഹ്റൂമൻ വൽ ജാഹിലി മർസൂക്കൻ. ആക്കില് മഹ്റൂമാവലാണ്, ജാഹില് മർസൂക്കാവലാണ്. ഇത് ഒരു മഹ്സൂസല്ല, അത് കാണാൻ പറ്റിയ സംഭവമല്ല, കേൾക്കാനും പറ്റിയതല്ല. ഏതായത് മഹ്സൂസേ അല്ല, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റിയ കാര്യമല്ലാത്. ഫക്കാനുൽ ഖിയാസു ഫീഹി, മഹ്സൂസ് അല്ലെങ്കിൽ പിന്നെ അവിടെ ഖിയാസ് എന്താണ്? അൽ ഇൽമാറ, അല്ലേ? അൽ ഇൽമാറ ലമീറിനെ കൊണ്ടുവരലാണ്. ഖിയാസ് എന്താണ്? ലമീറിനെ കൊണ്ടുവരലാണ് കേട്ടോ. അതെങ്ങനെ പറയാ? ഹുമ എന്ന് പറയണം. രണ്ട് കാര്യമാണല്ലോ ഇവിടെ. ബിയാൻ യുക്കാല ഹുമ. കാരണം ഈ സംഭവം മുന്തിയ കൗലുല്ലാക്കിൽ മഹ്റൂമൻ കൗലുൽ ജാഹിൽ മർസൂക്കൻ എന്നത് അത് മുന്തിയ കാര്യമാണല്ലോ. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് കം ആക്കിലിൻ അയ്യത്ത് മദാഹിബുഹു വജാഹിലിൻ ജാഹിലിൻ തൽക്കാഹു മർസൂക്ക. അപ്പോൾ ഇവിടെ അസിൽ എന്താണ്? ഖിയാസ് ലമീറിനെ കൊണ്ടുവരലാണ്. ഫഅദല ഇലസ്മിൽ ഇഷാറത്തി, ഇഷാറത്തിൽ ഇസ്മിലേക്ക് ഷാഇർ തെറ്റി. എന്താ? ലികമാലിൽ ഇനായത്തി ബി തംയീസിഹി, ആ മുസ്നദ് ഇലൈഹിയെ വേർതിരിക്കൽ കൊണ്ട് പൂർണ്ണമായ പരിഗണനയ്ക്ക് വേണ്ടി, അതായത് പൂർണ്ണമായി പരിഗണിച്ചതിന് വേണ്ടി. അതാ ഇത് ഏത്? ഈ കൗനുൽ ആക്കില് മഹ്റൂമും കൗനുൽ ജാഹില് മർസൂക്കും എന്നത് അതിനെ ഒന്ന് പൂർണ്ണമായി പരിഗണിച്ചു. കാമിലായ പരിഗണന മുസ്നദിലേക്ക് കൊടുത്തു. എന്നിട്ട് വേർതിരിച്ചിട്ട് കാണിക്കുകയാണ്. എന്തിനാതങ്ങനെ പൂർണ്ണമായ വേർതിരിക്കൽ കൊണ്ട് കാമിലായ ഇനായത്ത് എഴുത്തിനാ അവിടെ ഉണ്ടായത്? ലിയുരിയ സാമിഈന, സാമിഈങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. എന്ത്? അന്നഹാദ ശൈഅ, ഈ വസ്തു, ഈ കാര്യം, അൽ മുത്തമയ്യിസ അൽ മുത്തഅയ്യിന, നിർണയമായ വേർതിരിഞ്ഞ ഈ കാര്യം അതേതാണ്? ഹാദാ എന്ന് പറയുമ്പോൾ ഈ മുന്നിലുള്ളത് ഹാദ ഇഷാറത്തിൻ്റെ ഇസ്മ്
കരീബിലേക്കല്ലോ അല്ലേ? വിദാലി മുഫ്റദിൻ മുദക്കറിൻ നശിർ ബിദി വദിഹി തഅലൽ ഉൻസഖ്തസിർ. അതാ ഇത് നമ്മുടെ തൊട്ടടുത്തുള്ളത്. ഇത് വേറൊരിഞ്ഞ് കാണുന്നു. ഉവ അത് അല്ലദീ ഒന്നാണ്, ലഹു അതിനുണ്ട് അൽ ഹുക്കുമുൽ അജീബു പുതുമയുള്ളൊരു ഹുക്കുമുണ്ട്. ഇതാ ഈ കാണുന്ന ഈ കൗലുൽ ആഖിര് മഹ്റൂമും വൽ ജാഹില് മർസൂഖും എന്ന ഈ കാര്യം ഇതിനെ വേർതിരിച്ച് കാണിച്ച ഇതിന് ഉള്ള ഹുക്കും ഒരു പുതിയ ഒരു അത്ഭുതമുള്ള ഹുക്കുമാണ്. ഏതാ അത്ഭുതമുള്ള ഹുക്കുമ്? വഹുവ ജഅലുൽ ഔഹാമി ഹായിറ വൽ ആലിമിൻ ഹിരീറ സിന്ദീഖാ. ബുദ്ധിജീവികളെ പരിഭ്രമത്തിലാക്കലും നിപുണനായ പണ്ഡിതന്മാരെ കാഫിരീസ് നിരീശ്വരവാദികളാക്കലും ആണ് എന്ത് ആ ഹുക്കുമ്. അതാണ് ഹാദല്ലദീ ഈ സംഭവം തറക്കൽ ഔഹാമ ഹായിറ ഔഹാമിനെ പരിഭ്രമത്തിലാക്കി നിപുണനായ പണ്ഡിതന്മാരെ എന്താക്കി? നിരീശ്വരവാദികളുമാക്കി. ഫൽ ഹുക്കുമുൽ ബദീഉ ഇവിടെ ബദീആയ ഹുക്കും ഏതാണ്? അത് അല്ലദീ ഒന്നാണ്, ഉസുബിത്തലിൽ മുസ്നദ് ഇലൈഹി അതിനെ മുസ്നദിലേക്ക് സുബൂത്താക്കപ്പെട്ടിട്ടുണ്ട്. അതേതാണ്? അല്ലദീ തറക്കൽ ഔഹാമ ഹായിറത്തൻ എന്നുള്ളത്. എങ്ങനത്തെ മുസ്നദിലേഹി? അൽ മുഅബ്ബരി അൻഹു ആ മുസ്നദിലേഹിയെ തൊട്ട് ഇബാറത്തിടപ്പെട്ടിട്ടുണ്ട് ബിസ്മിൽ ഇഷാറത്തി ഇഷാറത്തിന്റെ ഇസ്മ കൊണ്ട്. അപ്പൊ ഹാദാന്ന് പറഞ്ഞത് മുഷാറിലേഹി ഗൈറു മഹ്സൂസാണ്. ഗൈറു മഹ്സൂസാണെങ്കിലും അത് മഹ്സൂസായ നിലക്ക് ഇവിടെ പ്രകടിപ്പിച്ചു. എന്തിനാണത് മഹ്സൂസായ നിലക്ക്? ആദാ എന്ന ഇഷാറത്ത് കൊണ്ട്. കാരണം ആദാ എന്നുള്ളത് ഇഷാറത്തിന്റെ ഇസ്മ ഹക്കീക്കത്തിൽ മഹ്സൂസിലേക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മഹ്സൂസിലേക്കാണെന്ന് തോന്നുന്ന രൂപത്തിലാണ് മുഷാറി ഇലൈഹി അതായത് മുസ്നദിലൂടെ മഹ്സൂസാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഷാഇർ കൊണ്ടുവന്നത്. ഹാദാ ഈ കാണുന്ന അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ഈ സംഭവം അത് ഔഹാമിനെ എന്താക്കിയിട്ടുണ്ട്? പരിഭ്രമത്തിലാക്കിയിട്ടുണ്ട്. നിപുണനായ പണ്ഡിതന്മാരെ നിരീശ്വരവാദികളും ആക്കിയിട്ടുണ്ട് എന്ന ഒരു പുതുമയുള്ള ഹുക്കുമാണ് അതിനുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ഹാദ എന്ന് ഇഷാറത്തിന്റെ ഇസ്മ കൊണ്ടുവന്നത്. മുസ്നദ് ഇലൈഹിനെ ഇഷാറത്തിന്റെ ഇസ്മ കൊണ്ട് ലാഹിറാക്കപ്പെട്ട ഇസ്മിനെ കൊണ്ടുവന്നത്. അത് ഇഷാറത്തിന്റെ ഇസ്മാകാനുള്ള കാരണം അതാ. കാരണം ലമീറിന്റെ സ്ഥാനത്ത് ലാഹിറിനെ വെക്കും. ആ ലാഹിറി ഇഷാറത്തിന്റെ ഇസ്മായതിന്റെ കാരണം പറഞ്ഞതാണ്. സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. തഹക്കുമി അല്ലെങ്കിൽ സാമീനെ കളിയാക്കാൻ വേണ്ടി പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇഷാറത്തിന്റെ ഇസ്മാകുന്നത് കേട്ടോ. അതാണ് ആ ലാഹിറാക്കപ്പെട്ട ഇസ്മ ലമീറിന്റെ സ്ഥാനത്ത് വെക്കുന്ന ലാഹിർ ഇഷാറത്തിന്റെ ഇസ്മായാൽ ഫലികമാലിൽ ഇനായത്തി അല്ലെങ്കിൽ അവിത്തഹക്കുമി ബിസാമി സാമീനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട്. അത്തുഫുൻ അല കമാലിൽ ഇനായത്തി കമാലിൽ ഇനായത്തിന്റെ മേലത്തുഫ ബിസാമി. അപ്പോൾ എന്താ പറഞ്ഞത്? ഫൈങ്കാനൽ മുളുഹറുല്ലതി ഉലിഅ മൗലിയൽ മുളുഹരി മുളുമറിന്റെ സ്ഥാനത്ത് വെക്കപ്പെട്ട ലാഹിറാക്കപ്പെട്ട ഇസ്മ ആയാൽ ഇസ്മ ഇഷാറത്തിന്റെ ഇസ്മായാൽ ഫലികമാലിൽ ഇനായത്തി ബിതംഈസിഹി മുസ്നദ് ഇലൈഹിനെ വേർതിരിക്കലുകൊണ്ട് പൂർണ്ണമായ പരിഗണനയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിത്തവഹുക്കുമി ബിസാമിഇ അലി സാമിഇനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ്. കമായിദാക്കാന സാമിഉ സാമിഇ ആകും പോലെ ഫാക്കിദൽ ബസരി കണ്ണില്ലാത്തവനാകും പോലെ. അപ്പൊ പിന്നെ നോക്കിയാൽ കാണൂലല്ലോ. സാമി എന്താകുക? ഫാക്കിദുൽ ബസർ കണ്ണില്ലാത്ത ആളാകുക. ഏതുപോലെ ഒരാൾ ഒരു കുരുടൻ നിന്നോട് പറഞ്ഞു മല്ലറബനീൻ, ഒരു കണ്ണ് കാണാത്ത ആളെ ഒരാൾ അവനെ അടിച്ചു. അപ്പൊ ആരാണ് എന്നെ അടിച്ചത്? മല്ലറബനീൻ. അപ്പോ നീ അവനോട് പറയും ആദാ ലറബക, ഇവനാണ് അടിച്ചത്. അത് സെയ്ദാണ് അടിച്ചത്, അമ്രാണ് അടിച്ചത് എന്ന് പറയണ്ടോടുത്ത് എന്ന് പറഞ്ഞു ഇവനാണ് അടിച്ചത്. അതവനെ പരിഹസിച്ച് പറയലാണ്.
അപ്പോ മല്ലറബനി ഫഖുൽ ഹാദാ ലറബക്ക. അപ്പോൾ ഹുവ അതെ ഹുവ സൈദുൻ എന്നാണ് പറയേണ്ടത്. ചോദ്യത്തിൽ എന്താണ് മർജി മുന്തിയിട്ടുണ്ട്. ആരാണ് അടിച്ചത്? അപ്പോൾ അവനോട് എന്തേ മറുപടി പറയേണ്ടല്ലോ, ഹുവ സൈദുൻ, ആ അടിച്ചവനാവുന്നത് സൈദാണെന്ന. അപ്പോൾ അവിടെ മൈനയിൽ എന്തായിട്ടുണ്ട്? മർജി മുന്തിയിട്ടുണ്ട്. ലഫലിൽ മുന്തിയിട്ടില്ലെങ്കിലും മൈനയിൽ മുന്തിയിട്ടുണ്ട്. ഹുവ, ആ അടിച്ചവൻ സൈദാണ്. അതാണ് അവിടെ കിയാസ്. ഒരു കുരുടൻ പറയണം മല്ലറബനി, എന്നെ ആരടിച്ചു? ഹുവ സൈദുൻ, ആ അടിച്ചവനാവുന്നത് സൈദാണ് എന്ന് ലമീറിനെ കൊണ്ടുവരലാണ് അവിടെ കിയാസ്. കാരണം മർജി മുന്തിയിട്ടുണ്ട്, മൈനയിൽ മുന്തിയിട്ടുണ്ട്. എന്നിരിക്കെ ഹാദാ ലറബക്ക എന്ന് പറയുമ്പോൾ അവരൊരു കളിയാക്കലാണ്. ഇവനാണ് അടിച്ചത്, മനസ്സിലായില്ലേ? അപ്പോൾ ഹുവ സൈദുൻ എന്ന് പറയുന്നിടത്ത് ഹാദാ ലറബക്ക എന്ന് പറഞ്ഞു. ഔലാ യകൂനു സമ്മ മുഷാറു ഇലൈഹി, അല്ലെങ്കിൽ അവിടെ എന്തില്ല, മുഷാറു ഇലൈഹി അവിടെ ഉണ്ടാകൂല, അസലം തീരെ തന്നെ. അങ്ങനത്തോരോടും പറയാം, ഹാദാ കുരുടനോടെ മുഷാറു ഇലൈഹി ഉണ്ടാവൂല. ഇല്ലാത്തോടത്തും ഹാദാന്ന് പറയുമ്പോൾ ഒരു കളിയാക്കല്ല. ഹാദാന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ പിന്നെ എന്താണെന്നറിയോ, ഒരു കുരുടൻ പറഞ്ഞു ആരാണ് എന്നെ അടിച്ചത്? അപ്പം നീ എന്ത് പറയാ? ആദാ ലറബക്ക, ഇത് ഇവരാണ് അടിച്ചതെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇഷാറത്താക്കിയിട്ട് അവിടെ ആരുമില്ല. ആരുമില്ലാടെ ആദ്യം പറഞ്ഞത് പിന്നെ എന്താണ് മുഷാറിലി അടുത്തുണ്ട്, പക്ഷെ അവൻ കാണൂല. എന്നിട്ട് ആദാന്ന് പറഞ്ഞൊരു കളിയാക്കലാണ്. അല്ലെ മുഷാറിലേഹി അവിടെ ഇല്ല. അങ്ങനത്തെ സ്ഥലത്തും ആദാന്ന് പറയാൻ പറ്റൂല. ആദാന്ന് പറഞ്ഞാൽ മുഷാറിലി അവിടെ വേണ്ടേ, ഇഷാറത്ത് അങ്ങോട്ടും പോകണ്ടേ, കരീബിലേക്കുള്ള ഇഷാറത്വമാണ്. അപ്പോൾ അടുത്ത ആളുണ്ട് എന്ന രൂപത്തിലാണ് സംസാരം. അതും കളിയാക്കലാണ്, അവൻ കാണൂലല്ലോ. അല്ലെങ്കിൽ എന്താണ്, അവിന്നിദാഇ അലാ കമാലി ബലാദത്തിഹി ഐ ബലാദത്തി സാമിഇ, സാബിഇന്റെ മന്ദബുദ്ധിയുടെ മേൽ, പൂർണ്ണമായ മന്ദബുദ്ധിയുടെ മേൽ വിളിച്ചറിയിക്കാൻ വേണ്ടി, ഈ ചെങ്ങാതി ഭയങ്കര മന്ദബുദ്ധിക്കാരനാണെന്ന് അറിയിക്കാൻ വേണ്ടി ഇതാ അവിന്നിദാഇ അലാ കമാലി ബലാദത്തിഹി ഐ ബലാദത്തി സാമിഇ, സാമിഇന്റെ പിന്നെ വിഡ്ഢിത്തരത്തിന്റെ മേൽ, അല്ലെങ്കിൽ അവന്റെ മന്ദബുദ്ധിയുടെ മേൽ വിളിച്ചറിയിക്കാൻ വേണ്ടി, ബി അന്നഹു ലാ യുദ്രികു ഗൈറൽ മഹ്സൂസി, മഹ്സൂസ് അല്ലാത്തതിന് അവൻ ഇദ്റാക്ക് ചെയ്യൂല എന്നറിയിക്കാൻ മഹ്സൂസിലേക്ക് എന്താക്കി ഇഷാറത്ത് ചെയ്യുന്ന മഹ്സൂസിനെ പോലെ അവിടെ പ്രകടിപ്പിച്ചു. ഇഷാറത്തിന് ഇസ്മിനെ കൊണ്ടുവന്നിട്ട് എന്നർത്ഥം. ഔ അലാ കമാലി ഫിത്വാനത്തിഹി, അല്ലെങ്കിൽ അവന്റെ പിന്നെ പൂർണ്ണമായ ഗ്രഹണശക്തിയുടെ മേൽ വിളിച്ചറിയിക്കാൻ വേണ്ടി, അവൻ പൂർണ്ണമായി ഗ്രഹിക്കുന്നവനാണ്, അവന്റെ കാമിലായ ഗ്രഹണശക്തി, കാമിലായ ശക്തിയുടെ മേൽ, അവന്റെ കാമിലായ ബുദ്ധിയുടെ മേൽ, പരിപൂർണമായ ബുദ്ധിയുടെ മേൽ അറിയിക്കാൻ വേണ്ടി. എങ്ങനെ? അന്ന ഗൈറൽ മഹ്സൂസി ഇൻദഹു ബിമൻസിലത്തിൽ മഹ്സൂസി, ഗൈറു മഹ്സൂസ് അവന്റെ അടുക്കൽ മഹ്സൂസിന്റെ സ്ഥാനത്താണ് എന്നറിയിക്കാന്. അവിദ്യായി കമാലി നുഹൂരിഹി ഐ നുഹൂരിൽ മുസ്നദിലൈഹി, മുസ്നദിലൈഹി അവിദ്യായി അലിവാദിക്ക് അവിദ്യായി കമാലി നുഹൂരിഹി ഐ നുഹൂരിൽ മുസ്നദിലൈഹി, മുസ്നദിലൈഹി പൂർണ്ണമായി ലാഹിറായിട്ടുണ്ട് എന്ന് വാദിക്കാൻ വേണ്ടി.
അതിനാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരും. ഒരു മുസ്നദി എന്താണ്? മുസ്നദിൽ പൂർണ്ണമായി ലാഹിറായിട്ടുണ്ട്. വഅലൈഹി ഐ അലാ വളഇ ഇസ്മിൽ ഇശാറത്തി, ഇശാറത്തിന്റെ ഇസ്മിനെ വളഇ ചെയ്തതിൽ പെട്ടതാണ് മൗദിയൽ മുദ്മരി ദമീറുൽ സ്ഥാനത്ത് നിദ്ദിആയി കമാലിൽ ളുഹൂരി, ളുഹൂർ പൂർണ്ണമായി വെളിവായിട്ടുണ്ട് എന്ന് വാദിക്കാൻ വേണ്ടി മിൻ ഗൈരി ഹാദൽ ബാബി ഐ ഗൈരി ബാബിൽ മുസ്നദി ഇലൈഹി, മുസ്നദ് ഇലൈഹിന്റെ ബാബ് അല്ലാത്തതിൽ നിന്ന് കമാലുൽ ളുഹൂറിനെ വാദിച്ചതിന് വേണ്ടി ലമീറിന്റെ സ്ഥാനത്ത് ഇശാറത്തിന്റെ ഇസ്മിനെ വളഇ ചെയ്തതിൽ പെട്ടതാണ് ശിഅറുൻ. തആലൽതി കൈ അശിജ വമാ ബികി ഇല്ലത്തുൻ തുരീദീന ഖത്ലി ഖദ് ലഫർതി ബിദാലികി എന്താണ്? തആലൽതി ഐ അൽഹർത്തിൽ ഇല്ലത്ത, ഈ രോഗത്തെ വെളിവാക്കി വണ്ണേ. വൽമർല രണ്ടും തന്നെ. കൈ അശിജ ഞാൻ ദുഃഖിക്കാൻ വേണ്ടി, ഐ അഹിസന ഞാൻ ദുഃഖിക്കാൻ വേണ്ടി, മിൻ സജിയ ബിൽ കസിരീന, അശിജ സജിയ യശിജ ഫഇല യഫ്അലു, സാറ ഹസീനൻ എന്നാണ് സജിയന്റെ അർത്ഥം, അവൻ ദുഃഖിച്ചവനായി. ലാമിൻ ഷജ, ഷജ എന്നതിൽ നിന്ന് പിടിച്ചതല്ല അശിജ എന്നുള്ളത്. ഷജ എന്നാകുമ്പോൾ ഫഅല വസനാകും. ഫഅല വസനാകുമ്പോൾ പിന്നെ അശിജ എന്ന് പറയുമ്പോൾ യഫ്അലു ആവൂലേ. അപ്പൊ ഷജ യശിജ അത് ഷാദാണ്. പിന്നെ ഷജ എന്ന് വരുമ്പോൾ ഇവിടെ അശിജ എന്നാണ് മുസ്തഖ്ബിൽ, ഷജയിൽ നിന്ന് പിടിച്ചതല്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കാരണം ഷജ എന്ന് പറയുകയാണെങ്കിൽ മുസ്തഖ്ബിൽ യശിജ, അശിജ എന്ന വന്ന നിലയ്ക്ക് യശിജ എന്നാവും, ഫഅല യഫ്അലു ആവും. ഫഅല യഫ്അലു വരണമെങ്കിൽ ഐനോ ലാമോ ഹൽക്കിൻ തർഫ് ആവണം. അങ്ങനെ ഇവിടെ വന്നിട്ടില്ല, അപ്പൊ ഷാദാണ്. അല്ലെങ്കിൽ പിന്നെ ഫഅല യഫ്ഇലു, ഫഅല യഫ്ഉലു ആവണം. ഫഅല യഫ്ഉലു ആണെങ്കിലോ അതും ഷാദാണ്. അല്ല, ഫഅല യഫ്ഉലു ഷാദല്ല, നസറ ഇൻസുർ മുത്തരി തന്നെയാണ്. അപ്പൊ പിന്നെ അശിജ എന്ന നിലക്ക് ഫഅല യഫ്ഉലും അല്ല, ഫഅല യഫ്ഇലും അല്ല. കാരണം അശിജി ഷജ യശിജി എന്നല്ലല്ലോ, അശിജ എന്ന് പറഞ്ഞ നിലക്ക് ഫഅല യഫ്ഇലു അല്ല, ഫഅല യഫ്ഉലും അല്ല. ഫഅല യഫ്ഉലാണെങ്കിൽ അശിജു എന്ന് പറയേണ്ടി വരും, അതുമല്ല. ഫഅല യഫ്ഉലു മുത്തരിദാണ്. അപ്പോൾ അശിജ എന്ന് പറഞ്ഞ നിലക്ക് ഇവിടെ ലാമിൻ ഷജ എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഷജ എന്നാകുമ്പോൾ എന്താണ് അർത്ഥം? ലാമിൻ ഷജ ബിൽ അദ്മി ബിൽ ഫത്ഹി, ഷജ ഫത്ത് കൊണ്ടുള്ള ഷജ ബിൽ അദ്മി എന്നതിൽ നിന്ന് പിടിച്ചതല്ല, എല്ല് തൊണ്ടയിൽ കുടുങ്ങി. യഅനി നസിബ ഫി ഹൽഖിഹി, ഹൽക്കിൽ കുടുങ്ങിയതർത്ഥം, അതിൽ നിന്ന് പിടിച്ചതുമല്ല. നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ് ഇവിടെ? ഇവിടെ പറഞ്ഞത് ലാമിൻ ഷജ ബിൽ അദ്മി, അതിൽ നിന്ന് പിടിച്ചതല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. അശിജ എന്ന് പറഞ്ഞ നിലക്ക് അശിജ എന്ന് പറഞ്ഞ മുസ്തഖ്ബിൽ കൊണ്ട് തന്നെ തിരിയും. ഇതിന്റെ മാദി എന്താണെന്ന് ഷജിയ എന്നതിൽ നിന്നാണെന്ന് തിരിയും. പിന്നെ ഷജയിൽ നിന്ന് പിടിച്ചതല്ലാന്ന് എന്തിനാണ് ഷാരിഹ് പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഷജയാവുമ്പോൾ ഒന്നിരിക്കൽ അശിജ എന്ന് പറഞ്ഞെങ്കിൽ ഐനോലാമോ ഹൽക്കിൻ തർഫിൽ പെടേണ്ട, അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഷാദാവും, ഷാദായ ഒരു കലിമത്താവും. ആ നിലക്ക് പറഞ്ഞതായിരിക്കും, ആ ഷാദായ രൂപത്തിൽ വന്നതല്ല എന്നറിയിക്കാൻ. പിന്നെ ഫഅല യഫ്ഉലു ആണ്, അപ്പൊ അശിജു എന്ന് പറയേണ്ടി വരും. അങ്ങനെ അല്ലല്ലോ ഇവിടെ പറഞ്ഞത്, അശിജ എന്നാണ്. പിന്നെ ഷജ യശിജി, അപ്പൊ അശിജി എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടില്ല, അശിജ എന്നാണ്. അപ്പോൾ അശിജ എന്ന് വായിക്കുമ്പോൾ തന്നെ എന്ത് മനസ്സിലായി? ഷജിയയാണ് മാദി എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം ഷജ എന്നാകുമ്പോൾ അശിജി എന്നാണ് വരേണ്ടത്. അല്ലെങ്കിൽ
അശുചു എന്നാണ് വരേണ്ടത് മുത്തരിതാകുകയാണെങ്കിൽ. ഷാദാകുമ്പോൾ പിന്നെ അശുച എന്ന് വരും. ഏതായാലും ആവട്ടെ. ഒമാബിക്ക് ഇല്ലത്തുൻ, തടിവന്നെ എത്തരത്തിൽ നിന്നിൽ എന്തില്ല, ഇല്ലത്തില്ല. തുരീദീന കത്തിലി, എന്നെ കൊല്ലാനീ ഉദ്ദേശിക്കുന്നു. കത് ലഫിർത്തി, ലഫിറ കത് ലഫിർത്തി, ലഫിറ യലുഫറു, കത് ലഫിർത്തി ബിദാലിക്കി, അതുകൊണ്ട് ആ കത്തിൽ കൊണ്ട് നീ വിജയിക്കുകയും ചെയ്തു. ബിദാലിക്കി കത്തിൽ ദാലിക്കി, അവിടെ കാഫൽ ലാമൊക്കെ കൊടുത്തതിനാണ്. എന്നെ കത്തിൽ ചെയ്യാന്നുള്ളത് വഴീതാണ്. പക്ഷേ നിന്നെ സംബന്ധിച്ചിടത്തോളം നീ വിജയിച്ചിട്ടുണ്ട്. എന്നെ കൊല്ലൽ വഴീതാണെങ്കിലും നിനക്കതിന് സാധിച്ചു നിന്റെ ഈ പ്രകടനം കൊണ്ട്. കാന മുക്തല ലാഹിരി, ഇവിടെ ലാഹിറിന്റെ മുക്തല അയ്യക്കൂല പറയലാണ്. ബിഹി എന്ന് പറയലാണ്. കാരണം കത്തില് അന്നഹു കത്തില് ലൈസ ബി മഹസൂസിൻ, മഹസൂസല്ല. ഫഅദല ഇലാ ദാലിക്കി എന്നതിലേക്ക് തെറ്റി ഇഷാറത്തിന് വേണ്ടി ഇലാ അന്ന ഖത്ലഹു, ഈ ഷാഇറിനെ കൊല്ല എന്നുള്ളത് അത് ലഹറ, അത് ലാഹിറായിട്ടുണ്ട്. ലുഹൂറൽ മഹസൂസി, മഹസൂസ് ലാഹിറാകും പോലെ ഇങ്ങനെ ലാഹിറായ കാര്യമാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞു, അത് ചില ഉസ്താദുമാരും നല്ല ആഴമേറിയ മസ്അല പറഞ്ഞിട്ട് ഹാദാ ലാഹിറൻ, ഈ മസ്അല ലാഹിറാണ്. അലിഹാദിഹി ലാഹിറത്തുൻ, ഈ മസ്അല ലാഹിറാണ്. ഒരു മഹസൂസ് പോലെ ആയിട്ട്. ആരോട്? അതെങ്ങനെ പറയാറുണ്ട്. അത് കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുത്തിട്ട് അതൊരു മഹസൂസ് പോലെയാണ് ആക്കി കൊടുക്കും ഉസ്താദുമാർ. ചില ഉസ്താദുമാർ കുട്ടികൾക്ക് ദർശെടുത്തുമ്പോൾ ഈ കിതാബിലെ വിഷയങ്ങൾ പറഞ്ഞിട്ട് കാണപ്പെടുന്നത് പോലെ ആക്കി കൊടുക്കും. അപ്പോൾ ഒരു മഹസൂസിന്റെ സ്ഥാനത്തായിട്ട് ആദാ ലാഹിറുൻ അല്ലെങ്കിൽ ഹാദിഹി ലാഹിറുൻ എന്ന് പറയും. അപ്പോൾ ഈ മസ്അല, ഈ മഅ്കൂല് എന്താണ്? മഅ്കൂലായ കാര്യം മഹസൂസിനെ പോലെ ഇങ്ങോട്ട് അവതരിപ്പിച്ചിട്ട് ഇങ്ങോട്ട് മനസ്സിലാകും കുട്ടികൾക്ക്. ആ സമയത്താണ് അവിടെ എന്ത് പറയാ, ഹാദ എന്ന് ഇഷാറത്തിന്റെ ഇസ്മിനെ കൊണ്ടുവരാം. അത്രക്കും ലാഹിറായിട്ടുണ്ട് എന്നർത്ഥം. അതാണ് പറഞ്ഞത്.